ബംഗ്ലാദേശ് വിജയ് ദിവസിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അനുസ്മരിച്ച് രാജ്യം. കൊൽക്കത്തയിൽ ഫോർട്ട് വില്യം സൈനിക ആസ്ഥാനത്ത് വിജയ് സ്മാരകത്തിൽ കര, വ്യോമ, നാവികസേന ഉദ്യോഗസ്ഥർ പുഷ്പചക്രം അർപ്പിച്ചു. ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരും സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. വിജയ് ദിവസിൽ സൈനികരുടെ ത്യാഗവും ധീരതയും അനുസ്മരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കൊൽക്കത്തയിൽ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ ഫോർട്ട് വില്യമിൽ വിജയ് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. കര, വ്യോമ, നാവികസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി പുഷ്പചക്രം അർപ്പിച്ചു. ബംഗ്ലാദേശ് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി. വിജയ് സ്മാരകത്തിൽ ഹെലികോപ്റ്ററിലും പുഷ്പവൃഷ്ടി നടത്തി. ഗൊറില്ല പ്രതിരോധ സേനയുടെ ഭാഗമായിരുന്ന മുക്തി ജോദാസ്, നിലവിലെ സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 അംഗ ബംഗ്ലാദേശ് പ്രതിനിധി സംഘം കൊൽക്കത്തയിലെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പുഷ്പചക്രം അർപ്പിച്ചു. 1971 യുദ്ധത്തിൽ വിജയത്തിനായി ജീവൻ നൽകിയ സൈനികരുടെ ധീരത അനുസ്മരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജയ് ദിവസ് സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ചരിത്ര വിജയത്തിനായി ജീവൻ നൽകിയ സൈനികരുടെ ധീരതയും ത്യാഗത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിച്ചു. സൈനികരുടെ നിസ്വാർത്ഥ സമർപ്പണവും ദൃഢനിശ്ചയവുമാണ് രാജ്യത്തിന്റെ സംരക്ഷണമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സൂര്യോദയത്തിൽ 31 റൗണ്ട് പീരങ്കി വെടിയോടെയാണ് ധാക്കയിൽ ബംഗ്ലാദേശ് സൈന്യം വിജയ് ദിവസ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ജനം, ഡൽഹി. ഭാരതത്തിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ശ്രീലങ്കൻ പ്രസിഡന്റായ ശേഷം അനുരാഗ് കുമാരയുടെ ആദ്യ വിദേശയാത്ര ഭാരതത്തിലേക്കാണ്. 3 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ അദ്ദേഹം രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും.